ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 2-ാമത്തെ വാക്യം പറയുകയാണ്, ദൈവം നിന്നെ അനുഗ്രഹിച്ചിരിക്കുക. ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു, ഞാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഈ അനുഗ്രഹം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ, ഈ അനുഗ്രഹം നീ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ കർത്താവിന്റെ വചനം പറയുക, ആരെയാ ദൈവം അനുഗ്രഹിക്കുന്നേ? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും, പാപികളുടെ വഴിയിൽ നിൽക്കാതെയും, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പുകൾ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവൻ അനുഗ്രഹം പ്രാപിക്കും. ഇങ്ങനെയുള്ളവനെ ദൈവം അനുഗ്രഹിക്കും. എന്താണ് ദൈവത്തിന്റെ അനുഗ്രഹം? എന്താണ് ദൈവത്തിന്റെ അനുഗ്രഹം? ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ സംഖ്യാപുസ്തകം പറയുന്നു, സകല ഭൗതിക മേഖലകളെയും ദൈവം നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. എഫെസ്യ ലേഖനം പറയുകയാണ്, സകല ആത്മീക അനുഗ്രഹങ്ങളാലും ദൈവം നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. സകല ആത്മീക അനുഗ്രഹങ്ങളാലും നിന്നെ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു. ഈ അനുഗ്രഹത്തിന് വലിയൊരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇത് എന്നേക്കും നിലനിൽക്കുന്ന അനുഗ്രഹമാണ്. എടാ, ദൈവമാ നിന്നോട് പറഞ്ഞത് ദൈവം നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നതെന്നാണ്. പരിശുദ്ധാത്മാവ് നിന്നോട് ദൂതറിയിക്കുക, നീ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണെന്ന്, നീ അനുഗ്രഹിക്കപ്പെട്ട മകനാണെന്ന്, നീ അനുഗ്രഹിക്കപ്പെട്ട മകളാണെന്ന് ദൈവം നിന്നോട് ദൂതറിയിച്ചിരിക്കുക. പിന്നെ നിന്നെ ശപിച്ചാൽ ഏതെങ്കിലും ശാപം ഏൽക്കുമോ? പിന്നെ ഏതെങ്കിലും പാരമ്പര്യത്തിന്റെ ശാപം നിന്നെ പിടിച്ച് ഒതുക്കിക്കളയുമോ? കർത്താവിന്റെ വചനം പറയുന്നത് നിലനിൽക്കുന്ന അനുഗ്രഹമാണ്. ഈ അനുഗ്രഹം എന്നേക്കും നിലനിൽക്കുന്ന അനുഗ്രഹം. ഈ അനുഗ്രഹത്തെ നീ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ, ഈ അനുഗ്രഹത്തിൽ നീ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം? മുൻപേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കണം. മത്തായി സുവിശേഷം പറയുക, മുൻപേ അവന്റെ രാജ്യവും നീതി അന്വേഷിച്ചാൽ ഈ അനുഗ്രഹങ്ങളൊക്കെ നിന്നെ പിന്തുടരും. ഹല്ലേലൂയ. മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ അതോടൊപ്പം സകല നന്മകളാലും സ്വർഗം നിന്നെ അനുഗ്രഹിക്കും. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെ നിന്നെ പിന്തുടരും. നീ അതിനെ പിന്തുടർന്ന് പോകേണ്ടെന്ന ആവശ്യം വരുന്നില്ല. ഹല്ലേലൂയ. ദൈവത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞ വാക്കുകളെയും വാഗ്ദത്തങ്ങളെയും നീ കൊടുക്കുക, നിറവേറ്റുക തന്നെ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഈ അനുഗ്രഹം നിന്റെ മേൽ നിലനിൽക്കും. ഈ അനുഗ്രഹം നിന്നെ പിന്തുടരും. നീ ഈ അനുഗ്രഹത്തിലേക്ക് കടന്നു വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ അനുഗ്രഹം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുകയാണ്, നീ പ്രാർത്ഥനയോടെ ഇരിക്കണം. ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നീ ചോർന്നിരിക്കുന്ന വ്യക്തിയായിരിക്കണം. ദൈവവുമായി സഹവാസം സൃഷ്ടിക്കുന്ന വ്യക്തിയായിരിക്കണം. ഹല്ലേലൂയ. അടുത്ത വിഷയം പറയുക, നിങ്ങൾ ദൈവം ചെയ്ത സകല ഉപകാരങ്ങൾക്ക് നന്ദിയുള്ളവരായിത്തീരണം. നന്ദിയുള്ളവരായിത്തീരണം. ഹല്ലേലൂയ. അതേപോലെ പാപത്തെ വെറുത്ത് പാപത്തെ വിട്ടു നടന്നാൽ ഈ ആത്മീക അനുഗ്രഹങ്ങൾ, ഈ ഭൗതിക അനുഗ്രഹങ്ങൾ, എന്നേക്കും നിലനിൽക്കുന്ന അനുഗ്രഹങ്ങൾ നിന്നെ പിന്തുടരുക തന്നെ ചെയ്യും.